Good evening, students. Welcome to this video. I'm continuing with capacitors. The charge stored in a capacitor is directly proportional to potential difference between the plates. ഒരു കപ്പാസിറ്റർ സ്റ്റോർ ചെയ്യുന്ന ചാർജ് അതിന്റെ പ്ലേറ്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഒരു കപ്പാസിറ്റർ സ്റ്റോർ ചെയ്തിരിക്കുന്ന ചാർജ് അതിന്റെ പ്ലേറ്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. സോ Q ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഈക്വൽ ടു സൈൻ കൊടുക്കുമ്പോൾ അവിടെ ഒരു കോൺസ്റ്റന്റ് വരും. ആ കോൺസ്റ്റന്റ് ആണ് കപ്പാസിറ്റൻസ് C എന്ന് പറയുന്നത്. അപ്പോൾ Q ഈസ് ഈക്വൽ ടു CV. Q എന്ന് പറഞ്ഞാൽ ചാർജ്, C എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റൻസ്, V എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പോൾ ഒരു കപ്പാസിറ്റൻസിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ചാർജ് അതിന്റെ പ്ലേറ്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ചാർജ് സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്. അപ്പോൾ കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ചാർജ് അതിന്റെ പ്ലേറ്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഈക്വൽ ടു സൈൻ കൊടുക്കുമ്പോൾ Q ഈസ് ഈക്വൽ ടു CV. ഓക്കെ, അവിടെ ഒരു കോൺസ്റ്റന്റ് വരും. അതാ കോൺസ്റ്റന്റ് ആണ് കപ്പാസിറ്റൻസ്. അപ്പോൾ Q ഈസ് ഈക്വൽ ടു CV. Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് ഓൺ ദ കപ്പാസിറ്റർ, C എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റൻസ്, V എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം C is equal to Q by V. C is equal to Q by V. For capacitance is equal to charge by potential difference. Okay, C is equal to Q by V. Okay, the figure shows the symbol of various kinds of capacitors. But if figure കാണിച്ചിരിക്കുന്നത് പലതരം കപ്പാസിറ്ററിന്റെ സിംബൽ ആണ്. This is the symbol of normal capacitor. ഒരു നോർമൽ കപ്പാസിറ്റർ സിമ്പിൾ ഇതാണ്. ഓക്കെ, ഒരു നോർമൽ കപ്പാസിറ്റർ സിമ്പിൾ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതാണ് ഒരു നോർമൽ കപ്പാസിറ്റർ സിമ്പിള്. ദിസ് ഈസ് സിമ്പിൾ ഓഫ് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റേഴ്സ്. അപ്പോൾ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ വരുമ്പോൾ അവിടെ പൊളാരിറ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നോർമൽ കപ്പാസിറ്ററിന് പൊളാരിറ്റി ഇല്ല. ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ ആണെങ്കിൽ പ്ലസും മൈനസും കാണും. ഓക്കെ, നമ്മളൊരു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ എടുത്തു കഴിഞ്ഞാൽ ഓക്കെ അവിടെ പ്ലസും മൈനസും കാണും. ഓക്കെ, സാധാരണഗതിയിൽ നെഗറ്റീവ് ടെർമിനലാണ് മൈനസ് കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിനകത്ത് നെഗറ്റീവ് ടെർമിനൽ മൈനസ് കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യും. ഇപ്പോൾ ലാബ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ അത് കാണാതെ പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ ദിസ് ഈസ് എ സിംബൽ ഓഫ് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ. അപ്പോൾ അത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പൊളാരിറ്റി കാണിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നോർമൽ കപ്പാസിറ്റർ സിംബൽ. ഓക്കെ, നോർമൽ കപ്പാസിറ്റർ സിംബൽ ആണിത്. പൊളാരിറ്റി വരുമ്പോൾ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ ആവും. ദിസ് ഈസ് എ സിംബൽ ഓഫ് വേരിയബിൾ കപ്പാസിറ്റർ. ഓക്കെ, വേരിയബിൾ കപ്പാസിറ്റർ സിംബൽ ആണിത്. ഓക്കെ, അപ്പോൾ 3 കപ്പാസിറ്റർ സിംബൽ കാണിച്ചിട്ടുണ്ട്. ഇത് നോർമൽ കപ്പാസിറ്ററിന്റെ, ഈ പൊളാരിറ്റി ഉള്ളത് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിന്റെ. ഓക്കെ, ഇപ്പോൾ നോർമൽ കപ്പാസിറ്ററിന് പൊളാരിറ്റി ഇല്ല, 2 ടെർമിനൽ ഒരേപോലെയാണ്. ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ വരുമ്പോൾ അതിന് പൊളാരിറ്റി വരും, പ്ലസും മൈനസും വരും. ഇത് വേരിയബിൾ കപ്പാസിറ്റർ ആണ്. ഓക്കെ, ദിസ് ആരോ ഇൻഡിക്കേറ്റ്സ് ദ കപ്പാസിറ്റർ ഈസ് വേരിയബിൾ. ഓക്കെ, വേരിയബിൾ കപ്പാസിറ്റർ ആണ്. ഓക്കെ, similar to resistance, capacitance offers a resistance to a signal passing through it. റെസിസ്റ്ററിനെ പോലെ തന്നെ കപ്പാസിറ്ററും അതിലൂടെ പാസ് ചെയ്യുന്ന ഒരു സിഗ്നലിന് ഒരു റെസിസ്റ്റൻസ് കൊടുക്കാറുണ്ട്, ഒരു പ്രതിരോധം കൊടുക്കാറുണ്ട്. ലൈക്ക് റെസിസ്റ്റൻസ്, കപ്പാസിറ്റൻസ് ഓൾസോ ഓഫേഴ്സ് റെസിസ്റ്റൻസ് ടു എ സിഗ്നൽ പാസിംഗ് ത്രൂ ഇറ്റ്. ഇറ്റ് ഈസ് നോൺ ആസ് കപ്പാസിറ്റീവ് റിയാക്ടൻസ്. അപ്പോൾ റെസിസ്റ്ററിനെ പോലെ തന്നെ കപ്പാസിറ്ററും അതിലൂടെ കടന്നു പോകുന്ന സിഗ്നലിന് ഒരു റെസിസ്റ്റൻസ് ഓഫർ ചെയ്യാറുണ്ട്. ആ റെസിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് കപ്പാസിറ്റീവ് റിയാക്ടൻസ്.
Like a resistor, capacitor also offers a resistance to a signal passing through it. That resistance is known as capacitive reactance. റെസിസ്റ്ററിനെ പോലെ തന്നെ കപ്പാസിറ്ററും അതിലൂടെ കടന്നു പോകുന്ന സിഗ്നലിന് ഒരു റെസിസ്റ്റൻസ്, ഒരു പ്രതിരോധം കൊടുക്കാറുണ്ട്. അപ്പോൾ കപ്പാസിറ്റർ കൂടെ ഒരു സിഗ്നല് കടന്നു പോകുമ്പോൾ കപ്പാസിറ്റർ ആ കടന്നു പോകുന്ന സിഗ്നൽ ഒരു പ്രതിരോധം കൊടുക്കുന്നു, അതിനെ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്നു, ഒരു റെസിസ്റ്റൻസ് കൊടുക്കുന്നു. ആ റെസിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് കപ്പാസിറ്റീവ് റിയാക്ടൻസ്. ഓക്കെ, കപ്പാസിറ്റീവ് റിയാക്ടൻസ്. ഓക്കെ, the symbol of capacitive reactance is Xc. അപ്പോൾ കപ്പാസിറ്റീവ് റിയാക്ടൻസിന്റെ സിമ്പൽ എന്ന് പറഞ്ഞാൽ Xc ആണ്. that is equal to 1 by omega c. നമുക്കറിയാം വാട്ട് ഈസ് ഒമേഗ. ഒമേഗ മീൻസ് ആംഗുലർ ഫ്രീക്വൻസി. ഒമേഗ എന്ന് പറയുന്നത് ആംഗുലർ ഫ്രീക്വൻസി ആണ്. നമുക്കറിയാം ഒമേഗ ഈസ് ഈക്വൽ ടു 2 pi f. ആംഗുലർ ഫ്രീക്വൻസി ഒമേഗ ഈസ് ഈക്വൽ ടു 2 pi f. അപ്പോൾ കപ്പാസിറ്റീവ് റിയാക്ടൻസിന്റെ സിമ്പൽ Xc ആണ്. Xc എന്ന് പറഞ്ഞാൽ 1 by omega c. ഒമേഗ മീൻസ് ആംഗുലർ ഫ്രീക്വൻസി. ആംഗുലർ ഫ്രീക്വൻസി ആണ് ഇക്വേഷൻ. ഒമേഗ ഈസ് ഈക്വൽ ടു 2 pi f. What is this f? Frequency in hertz. Frequency in hertz. അപ്പോൾ റെസിസ്റ്ററിനെ പോലെ തന്നെ കപ്പാസിറ്ററും അതിലൂടെ കടന്നു പോകുന്ന സിഗ്നലിന് ഒരു റെസിസ്റ്റൻസ് കൊടുക്കും, ഒരു പ്രതിരോധം കൊടുക്കും, അതിനെ തടഞ്ഞു നിർത്താൻ ശ്രമിക്കും. അതിനെ വിളിക്കുന്ന പേരാണ് കപ്പാസിറ്റീവ് റിയാക്ടൻസ്. സിമ്പൽ Xc is equal to 1 Xc. For capacitive reactance in the symbol Xc, that is equal to 1 by omega c. Omega എന്ന് പറഞ്ഞാൽ ആംഗുലർ ഫ്രീക്വൻസി ആണ്. ആംഗുലർ ഫ്രീക്വൻസി ഒമേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 pi f ആണ്. f എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ആണ്. അപ്പോൾ ഒമേഗയ്ക്ക് പകരം 2 pi f സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ Xc is equal to 1 by 2 pi fc. Xc is equal to 1 by 2 pi fc. ഇതാണ് കപ്പാസിറ്റീവ് റിയാക്ടൻസ് ഇക്വേഷൻ. Xc is equal to 1 by 2 pi fc. ഓക്കെ, ഓർത്തിരിക്കുക. The equation for capacitive reactance is equal to Xc is equal to 1 by 2 pi fc. Okay, ഇനി സീറോ ഫ്രീക്വൻസി, അതായത് DC. ഓക്കെ, ഡിസിയുടെ ഫ്രീക്വൻസി എന്താ? 0. ഓക്കെ, അപ്പോൾ DC നമുക്കറിയാം, നമ്മള് ഡിസിയും എസിയും പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഡിസിയുടെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്, 0 ആണ്. ഓക്കെ, അപ്പോൾ സീറോ ഫ്രീക്വൻസിയിൽ കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്തായിരിക്കും? സീറോ ഫ്രീക്വൻസിയിൽ കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്തായിരിക്കും? ഈ ഇക്വേഷൻ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Xc is equal to 1 by 2 pi fc. What is the frequency here? It is 0. സീറോ ഫ്രീക്വൻസിയിൽ f എന്താണ്? 0 ആണ്. അപ്പോൾ 1 by 2 f ന് പകരം 0 into c. We know that any quantity divided by 0 is equal to infinity. So capacitive reactance is equal to infinity when frequency becomes 0. Frequency 0 ആകുമ്പോൾ സീറോ ഫ്രീക്വൻസിയിൽ കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇൻഫിനിറ്റി ആണ്. അതായത് സീറോ ഫ്രീക്വൻസിയിൽ കപ്പാസിറ്ററിന്റെ പ്രതിരോധം ഇൻഫിനിറ്റ് ആണ്. ഓക്കെ, ഇൻഫിനിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ കപ്പാസിറ്റീവ് റിയാക്ടൻസ് സീറോ ഫ്രീക്വൻസിയിൽ ഇൻഫിനിറ്റ് ആണെന്ന് പറഞ്ഞാൽ ഒരു സിഗ്നലിനെ അത് കടത്തിവിടത്തില്ല. ഓക്കെ, അത്രയും റെസിസ്റ്റൻസ് ഉണ്ട്. ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു സിഗ്നലിനും കടന്നു പോകാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഒരു കപ്പാസിറ്റി കൂടെ ഒരു സിഗ്നൽ കടന്നു പോകാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ പ്രതിരോധം ഇൻഫിനിറ്റ് ആണ്. ഓക്കെ, നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല, അത്രത്തോളം പ്രതിരോധമുണ്ട്. അപ്പോൾ ഇൻഫിനിറ്റ് പ്രതിരോധമുള്ള ഒരു കപ്പാസിറ്റി കൂടെ ഒരു സിഗ്നൽ വരുമോ? കടന്നു പോവോ? കടന്നു പോകത്തില്ല. ഓക്കെ, ആ സിഗ്നൽ എന്തോ ചെയ്യും? കപ്പാസിറ്റി തടഞ്ഞു നിർത്തും. കാരണം അതിന്റെ പ്രതിരോധം ഇൻഫിനിറ്റ് ആണ്, ഒന്നിനെയും കടത്തിവിടത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം കപ്പാസിറ്റർ ബിഹേവ്സ് ലൈക്ക് ഓപ്പൺ സർക്യൂട്ട്. കപ്പാസിറ്റർ എന്തിനെ പോലെ വർക്ക് ചെയ്യുന്നു? ഓപ്പൺ സർക്യൂട്ടിനെ പോലെ വർക്ക് ചെയ്യുന്നു. ഇതെപ്പോഴാണ് പറയുന്നത്? സീറോ ഫ്രീക്വൻസിയിൽ. ഓക്കെ, അറ്റ് സീറോ ഫ്രീക്വൻസിയിൽ കപ്പാസിറ്റീവ് റിയാക്ടൻസ് ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. കാരണം കപ്പാസിറ്റീവ് റിയാക്ടൻസ് കാണാനുള്ള ഫോർമുല Xc ഈസ് ഈക്വൽ ടു 1 by 2 pi fc. സീറോ ഫ്രീക്വൻസിയിൽ എഫിന്റെ വാല്യൂ 0 ആവും.
then capacitive reactance is equal to infinity ആയി മാറും. കാരണം any quantity divided by 0 is equal to infinity. അപ്പോൾ capacitive reactance infinity ആയി മാറി. അപ്പോൾ കപ്പാസിറ്റർ കൊടുക്കുന്ന പ്രതിരോധം ഇൻഫിനിറ്റി ആയി മാറി. അതിനർത്ഥം ഒരു സിഗ്നലിനെ അത് കടത്തിവിടത്തില്ല. കപ്പാസിറ്റർ ഒരു സിഗ്നലിനെയും കടത്തിവിടത്തില്ല. പ്രതിരോധം അത്രത്തോളം സ്ട്രോങ് ആണ്. Then we can say that capacitor behaves like an open circuit. ശ്രദ്ധിക്കുക, open circuit. At that stage, capacitor behaves like an open circuit. അപ്പോൾ കപ്പാസിറ്റർ ഓപ്പൺ സർക്യൂട്ടിനെ പോലെ വർക്ക് ചെയ്യുന്നു. എപ്പോൾ സീറോ ഫ്രീക്വൻസിയിൽ കപ്പാസിറ്റീവ് റിയാക്ടൻസ് ബിക്കം ഇൻഫിനിറ്റി. കപ്പാസിറ്ററിന്റെ റിയാക്ടൻസ് എന്താണ്? ഇൻഫിനിറ്റി ആയി മാറും. ആ സമയത്ത് ഒരു സിഗ്നലിനെയും കടത്തിവിടത്തില്ല. പ്രതിരോധം ഇൻഫിനിറ്റി ആണ്. കപ്പാസിറ്റീവ് റിയാക്ടൻസ് ഇൻഫിനിറ്റി ആണ്. The capacitor will not allow any signal to pass through it because of infinite capacitive reactance. കപ്പാസിറ്റർ ഒരു സിഗ്നലിനെയും കടത്തിവിടത്തില്ല. അത് അതിന്റെ കപ്പാസിറ്റീവ് റിയാക്ടൻസ് ഇൻഫിനിറ്റി ആണ്. പ്രതിരോധം അത്രത്തോളം ഇൻഫിനിറ്റി ആണ്. അപ്പോൾ എല്ലാ സിഗ്നലിനെയും തടഞ്ഞു നിർത്തും. Then we can say that capacitor behaves like an open circuit. ഓപ്പൺ സർക്യൂട്ടിനെ പോലെ ബിഹേവ് ചെയ്യും. ഇനി ഓപ്പോസിറ്റ് കേസ് ഫ്രീക്വൻസി ലോ ആണ്. ഓക്കെ, സോറി, ഫ്രീക്വൻസി ഹൈ ആണ്. ഹൈ ഫ്രീക്വൻസി. വാട്ട് വിൽ ഹാപ്പൻ അറ്റ് ഹൈ ഫ്രീക്വൻസി? ഫ്രീക്വൻസി ഹൈ ആണെങ്കിൽ എന്ത് സംഭവിക്കും? We know that frequency and capacitive reactance are inversely proportional. This frequency and capacitive reactance are inversely proportional. High frequency വരുമ്പോൾ capacitive reactance എന്ത് സംഭവിക്കും? This frequency and capacitive reactance are inversely proportional. Okay? As frequency increases, capacitive reactance decreases. ഫ്രീക്വൻസി കൂടും തോറും കപ്പാസിറ്റീവ് റിയാക്ടൻസ് കുറയും. ബിക്കോസ് ദേ ആർ ഇൻ ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ. ഓക്കെ, അപ്പോൾ ഫ്രീക്വൻസി കൂടും തോറും കപ്പാസിറ്റീവ് റിയാക്ടൻസ് കുറയും. കാരണം അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഫ്രീക്വൻസിയും കപ്പാസിറ്റീവ് റിയാക്ടൻസും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഒന്ന് കൂടിയാൽ മറ്റൊന്ന് കുറയും. അപ്പോൾ ഫ്രീക്വൻസി കൂടുന്തോറും കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്ത് ചെയ്യും? കുറയും. ഓക്കെ, കപ്പാസിറ്റീവ് റിയാക്ടൻസ് കുറയും. അപ്പോൾ ഹൈ ഫ്രീക്വൻസിയിൽ കപ്പാസിറ്റീവ് റിയാക്ടൻസ് ലോ ആയിരിക്കും. അപ്പോൾ കപ്പാസിറ്ററിന്റെ പ്രതിരോധം കുറവായിരിക്കും. ഹൈ ഫ്രീക്വൻസിയിൽ കപ്പാസിറ്ററിന്റെ പ്രതിരോധം കുറവാണ്, കപ്പാസിറ്റീവ് റിയാക്ടൻസ് കുറവാണ്. അപ്പോൾ അത് എല്ലാ സിഗ്നലിനെ എന്തോ ചെയ്യും? കടത്തിവിടും. സിഗ്നലിനെ എന്തോ ചെയ്യും? കടത്തിവിടും. അപ്പോൾ സിഗ്നലിനെ എല്ലാം കടത്തിവിടുന്ന സർക്യൂട്ടിനെ നമ്മൾ പറയുന്ന പേരാണ് ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയും. എന്ത് പറയും? ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയും. ഇറ്റ് ബിഹേവ്സ് ലൈക്ക് എ ഷോർട്ട് സർക്യൂട്ട്. ഒരു ഷോർട്ട് സർക്യൂട്ടിനെ പോലെ വർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ട് സർക്യൂട്ട് പഠിച്ചു നമ്മൾ. ഓപ്പൺ സർക്യൂട്ടും ഷോർട്ട് സർക്യൂട്ടും. ഓപ്പൺ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ സിഗ്നലിനെ തടഞ്ഞു നിർത്തുന്ന, സിഗ്നലിനെ കടത്തിവിടാത്ത സർക്യൂട്ടാണ്. ഓപ്പൺ സർക്യൂട്ട് വിൽ നോട്ട് അലോ എ സിഗ്നൽ ടു പാസ് ത്രൂ ഇറ്റ്. അത് സംഭവിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ സീറോ ഫ്രീക്വൻസിയിൽ കപ്പാസിറ്റർ റിയാക്ടൻസ് ഇൻഫിനിറ്റ് ആവും. ആ സമയത്ത് കപ്പാസിറ്റർ ഒരു സിഗ്നലിനെയും കടത്തിവിടത്തില്ല. അത് ഓപ്പൺ സർക്യൂട്ടായിട്ട് വർക്ക് ചെയ്യും. ഇനി ഹൈ ഫ്രീക്വൻസിയിൽ കപ്പാസിറ്റർ റിയാക്ടൻസ് കുറവാണ്. കാരണം ഫ്രീക്വൻസിയും കപ്പാസിറ്റീവ് റിയാക്ടൻസും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ ഫ്രീക്വൻസി കൂടിയ കപ്പാസിറ്റീവ് റിയാക്ടൻസ് കുറയും. അപ്പോൾ ഹൈ ഫ്രീക്വൻസിയിൽ കപ്പാസിറ്റീവ് റിയാക്ടൻസ് കുറവാണ്. കപ്പാസിറ്റീവ് റിയാക്ടൻസ് കുറവാണെങ്കിൽ കപ്പാസിറ്റർ സിഗ്നലിനെ കടത്തിവിടും. കാരണം പ്രതിരോധം കുറവാണ്, തടയാൻ പറ്റത്തില്ല, സിഗ്നലിനെ തടയാൻ പറ്റത്തില്ല. അപ്പോൾ സിഗ്നലിനെ കടത്തിവിടും. അപ്പോൾ സിഗ്നലിനെ കടത്തിവിടുന്ന പ്രതിരോധം കുറഞ്ഞ ഈ സർക്യൂട്ടിനെ വിളിക്കുന്ന പേരാണ് ഷോർട്ട് സർക്യൂട്ട്. ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയും. ഓക്കെ, ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയും. അപ്പോൾ ലോ ഫ്രീക്വൻസിയിൽ കപ്പാസിറ്റർ ഓപ്പൺ സർക്യൂട്ട് ആയിട്ടും ഹൈ ഫ്രീക്വൻസിയിൽ കപ്പാസിറ്റർ ഷോർട്ട് സർക്യൂട്ട് ആയിട്ടും വർക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ടിട്ട് അറ്റൻഡൻസ് നിർബന്ധമായിട്ട് മാർക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ.